വചനമൊഴി ഏപ്രിൽ 26. വചനഭാഗം കൊളോസോസ് 3:1-4, മർക്കോസിന്റെ സുവിശേഷം 16:1-8. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും പോയി അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ കല്ലറയിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിത്തരും? എന്നാൽ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു. അത് വളരെ വലുതായിരുന്നു താനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ ഈശോയെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ നിങ്ങൾ അവനെ കാണും. അവർ കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങിയോടി. എന്തെന്നാൽ അവർക്ക് വിറയലും ആശ്ചര്യവും ഉണ്ടായി. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ ഉത്ഥാനത്തെക്കുറിച്ച് മർക്കോസ് സുവിശേഷകൻ നൽകുന്ന വിവരണമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ കല്ലറയിലേക്ക് പോയ സ്ത്രീകൾക്കാണ് ഉയർപ്പിന്റെ അറിയിപ്പ് ലഭിക്കുന്നത്. ഉത്ഥിതനായ മിശിഹായെക്കുറിച്ച് ദൂതൻ പറയുന്നത്, അവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ അവിടെ അവനെ കാണും. ഉത്ഥിതനായ ഈശോയാണ് ലോകാവസാനം വരെ എക്കാലവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ആ ഈശോയെ കണ്ടുമുട്ടേണ്ടത് എവിടെയാണെന്ന ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത്. ഈശോ നിങ്ങൾക്ക് മുൻപേ ഗലീലയായിലുണ്ട്. ഗലീലയായിൽ നിങ്ങൾ അവനെ കാണുക. ഈശോയുടെ പരസ്യജീവിതം, ഈശോയും ശിഷ്യന്മാരും പരസ്യജീവിതം നടത്തിയ സ്ഥലമായിരുന്നു ഗലീലിയ. ജീവിതത്തിന്റെ സ്ഥലമാണ്, ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ സ്ഥലമാണ്. നിങ്ങൾ ഗലീലയിലേക്ക് തിരിച്ചു പോകുവിൻ, അവിടെ ഈശോയെ കാണും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവിൻ, അവിടെ മിശിഹായെ കാണും എന്ന സന്ദേശമാണ് തിരുവചനം പറയുന്നത്. നമുക്കും ജീവിതത്തിലെ അനുദിന വ്യാപാരങ്ങളിൽ മിശിഹായെ കണ്ടെത്തുവാൻ, ഉത്ഥിതനായ മിശിഹായെ കണ്ടെത്തുവാൻ, സഹോദരങ്ങളിൽ, കൂടെ വസിക്കുന്നവരിൽ, കൂടെ ജോലി ചെയ്യുന്നവരിൽ ഉത്ഥിതനായ ഈശോ ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരുവാൻ, അങ്ങനെ ജീവിതത്തിൽ ഈശ്വരാനുഭവം, അങ്ങനെ ജീവിതത്തിൽ മിശിഹായെ അനുഭവിക്കുവാനും മിശിഹായുടെ സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.